എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷികളായി 2 കുരുന്നുകൾ. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കിടന്ന് പിടയുന്നത് കണ്ട വിനീഷയുടെ മക്കളായ ആരാധികയ്ക്കും അവനികയ്ക്കും ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അയൽവാസിയായ കൊടും കുറ്റവാളിയുടെ ക്രൂരതയിൽ ഈ കുട്ടികൾക്ക് അവരുടെ അമ്മയെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടു. അച്ഛനും ഗുരുതരാവസ്ഥയിൽ. ചേന്ദമംഗലത്തെ ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതി ഋതു ലഹരിക്ക് അടിമയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരി കേസിലടക്കം പ്രതിയായ ഇയാൾ മനോരോഗത്തിന് ചികിത്സ തേടുന്നതിൻ്റെ ആനുകൂല്യത്തിലാണ് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു കൊലപ്പെടുത്തിയത്. തലക്കടിയേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയൽവാസികൾ തമ്മിൽ നാളുകളായി തുടർന്ന വാക്കുതർക്കമാണ് കൊടും ക്രൂരതയിൽ അവസാനിച്ചത്. 3 പേരുടെയും തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണം. വേണുവിന്റെ തലയിൽ മാത്രം 6 തവണ അടിയേറ്റു. വിനീഷയുടെ തലയിൽ 8 സെന്റിമീറ്റർ നീളത്തിൽ മുറിവുണ്ട്. ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. സഹോദരിയെ കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ പ്രതി ആദ്യം ആക്രമിച്ചത് വിനീഷയെ. ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലക്കടിച്ചത്. ജിതിന്റെയും വിനീഷയുടെയും 2 കുട്ടികളുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ആക്രമണം. പ്രതി ഋതുവിന് മാനസിക വൈകല്യമില്ലെന്ന് അന്വേഷണ സംഘത്തലവൻ മുനമ്പൻ ഡിവൈഎസ്പി ജയകുമാർ പറഞ്ഞു. മാനസിക പ്രശ്നത്തിനായി ഋതു ഒരു ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടില്ല. സംഭവ സമയം പ്രതി ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. മെഡിക്കൽ എക്സാമിനേഷനിൽ ഡ്രഗിന്റെ സബ്സ്റ്റൻസ് ഒന്നുമില്ല. ഈ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോന്ന് പറയുന്നതിൽ അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ അറിവിലില്ല. ഇല്ലല്ലോ, നോർമലാണ്. ഇതുവരെ അറിവിലില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് നടത്തിയതായിട്ടൊന്നും നമുക്കറിയില്ല. പറവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഋതുവിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാടകീയ സംഭവങ്ങളാണ് കോടതി വളപ്പിൽ അരങ്ങേറിയത്. നാട്ടുകാർ ചേർന്ന് പ്രതിയെ മർദ്ദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. ഇതിന്റെ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമുള്ളതിനാൽ നാട്ടുകാരുടെ സഹായം തേടിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. അതേസമയം ഇതിന് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ചികിത്സയ്ക്കായി സർക്കാർ സഹായം തേടും, ഇല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗവൺമെന്റിനെ കൂടെ സമീപിക്കും, ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യും. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി ശ്രമിക്കും. അത് കിട്ടിയില്ലെങ്കിലും അത് ഞാൻ തന്നെ അത് നേരിട്ട് ചെയ്യും. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഋതു നിരവധി കേസുകളിൽ പ്രതിയാണ്. അടുത്തിടെയാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത്. ചെറുപ്പം മുതൽ ഋതു ക്രിമിനൽ വാസന കാണിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രതിയുടെ പൂർവ്വകാല ചെയ്തികളും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി.